ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വേദവായനാ ഭാഗം ഇയ്യോബ് 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളാണ്. ഇയ്യോബ് 29 അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ പഴയ മഹത്വകാലം ഓർക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം തൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ ബഹുമാനിച്ചു. ദരിദ്രർക്കും വിധവമാർക്കും സഹായിയായിരുന്നുവെന്ന് പറയുന്നു. സമൂഹത്തിൽ അദ്ദേഹം നീതിയുടെ ശബ്ദമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആളുകൾക്ക് ആശ്വാസമായിരുന്നു. ദൈവാനുഗ്രഹം ഒരാളിനെ ഉയർത്തുന്നു, പക്ഷേ അതിൻ്റെ ഉദ്ദേശം സേവനമാണ്. യഥാർത്ഥ മഹത്വം ദൈവബന്ധത്തിലും മറ്റുള്ളവർക്കുള്ള സേവനത്തിലും ആണ്. പഴയ അനുഗ്രഹങ്ങളിൽ മാത്രം ആശ്രയിക്കരുത്. ദൈവസാന്നിധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. സ്ഥാനമല്ല, സ്വഭാവമാണ് പ്രധാനപ്പെട്ടത്. ലഭിച്ച അവസരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കണം. മനുഷ്യ ബഹുമാനം താൽക്കാലികമാണ്. ഇയ്യോബ് 30 അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഒരിക്കൽ ബഹുമാനിച്ചവർ ഇപ്പോൾ പരിഹസിക്കുന്നു. അദ്ദേഹം ശാരീരികവും മാനസികവുമായ വേദനയിലാണ്. ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ജീവിതം ഇരുളായി മാറിയതായി അദ്ദേഹം പറയുന്നു. കഷ്ടതയിൽ ദൈവം മിണ്ടാതിരിക്കുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത് ഒരു വിശ്വാസ പരീക്ഷയാണ്. നീതിമാന്മാർക്കും കഷ്ടത വരാം. കാരണം നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. ദൈവം ദൂരെയാണെന്ന് തോന്നുമ്പോഴും അവൻ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ജീവിതം പെട്ടെന്ന് മാറാം. ഈശാനമൂലൻ പ്രതീക്ഷിക്കാത്ത നേരത്തെ ആഞ്ഞടിച്ചേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ കഷ്ടതയെ അപമാനിക്കരുത്. സഹാനുഭൂതി കാണിക്കണം. കഷ്ടതകളിലും തകരാത്ത ദൈവവിശ്വാസത്തിൻ്റെ ഉടമകളാകണം. 31 അധ്യായത്തിൽ ഇയ്യോബ് തൻ്റെ നീതിയെ വിശദമായി വിശദീകരിക്കുന്നു. അവൻ ശുദ്ധിയും സത്യസന്ധതയും പാലിച്ചുവെന്ന് പറയുന്നു. ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നതായി പറയുന്നു. ദൈവം തൻ്റെ ജീവിതം പരിശോധിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ഒരു നീതിയുടെ സത്യപ്രതിജ്ഞയാണ്. സത്യനിഷ്ഠ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രധാനമാണ്. ഉള്ളിലും പുറത്തും ശുദ്ധി അനിവാര്യവും. ദൈവത്തിന് മുൻപിൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കണം. യഥാർത്ഥ വിശ്വാസം ജീവിതത്തിൽ പ്രകടമാകണം. ഇന്നത്തെ ലോകത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും ഒരുപോലെ ശുദ്ധമായിരിക്കണം. ദൈവത്തെ ഭയന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സത്യസന്ധത സമാധാനം നൽകും. ഇയ്യോബ് പറഞ്ഞതുപോലെ ദൈവം എൻ്റെ ജീവിതം പരിശോധിക്കട്ടെ എന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടാവണം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ആരും നമ്മുടെ ജീവിതം തുച്ഛീകരിക്കാതിരിക്കട്ടെ. ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. ദൈവ സാന്നിധ്യത്തെക്കാൾ ഞാൻ പഴയ അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നുണ്ടോ? ആരും കാണാത്തപ്പോൾ പോലും ഞാൻ സത്യസന്ധതയോടുകൂടെ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.